വെൽക്കം ടു ലക്ഷ്മീസ് കിച്ചൺ ആൻഡ് ക്രിയേഷൻസ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് മുന്തിരിങ്ങ പച്ചടിയാണ്. നല്ല ചുമന്ന മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ടാക്കിയ പച്ചടിയാണ്. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ് ഈ പച്ചടി ഉണ്ടാക്കുവാനായിട്ട്. ഈ പച്ചടി ഉണ്ടാക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. ഇവിടെ ഞാൻ ചുമന്ന മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയ മുന്തിരിങ്ങ ആയതിനാൽ രണ്ടായിട്ട് അത് കീറിയിട്ടിട്ടുണ്ട്. നാട്ടിൽ കിട്ടുന്ന ചുമന്ന മുന്തിരിങ്ങ നല്ല കളറുമുണ്ട്, അതുപോലെ തന്നെ ചെറുതുമാണ്. അപ്പോൾ നിങ്ങൾക്കത് കീറേണ്ട ആവശ്യം വരില്ല. നല്ല ചുമന്ന മുന്തിരിങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിഷിന് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതായിരിക്കും. എനിക്ക് അത്ര ചുമന്ന മുന്തിരിങ്ങ ഇവിടെ കിട്ടിയില്ല. പിന്നീട് വേണ്ടത് 1 കപ്പ് കട്ട തൈരാണ്. അധികം പുളിയൊന്നുമില്ലാത്ത കട്ടത്തൈര്, 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, നല്ല എരിവുള്ള പച്ചമുളകാണ്, 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് അഥവാ വറ്റൽമുളക് 4 എണ്ണം. ഇനി കടുക് പൊട്ടിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുകും അതുപോലെ ചതച്ച് ചേർക്കുവാനായിട്ട് 1 ടീസ്പൂൺ. അപ്പോൾ മൊത്തം 2 ടീസ്പൂൺ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്. ഇനി ആദ്യം തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകിൽ നിന്ന് 2 എണ്ണം ഇട്ട് കൊടുക്കാം. ജീരകം 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇങ്ങനെ നല്ലതായിട്ട് അരച്ചെടുത്ത തേങ്ങയിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇങ്ങനെ ചതച്ച് ചേർക്കാം. കല്ലില്ല എങ്കിൽ മിക്സിയിലിട്ട് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താലും മതി. അധികം പൊടിയാവണ്ട, വെറുതെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മിക്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പച്ചടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 പച്ചമുളക് ഞാൻ കീറിയിടുന്നില്ല, നല്ല എരിവുള്ളതിനാൽ ഞാൻ കീറുന്നില്ല, അത് നേരിട്ട് തന്നെ ഇട്ടു. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഗ്രേപ്സ് ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അധികം ഒന്ന് വെന്തുടയൊന്നും വേണ്ട, കുറച്ചൊന്ന് വെന്താൽ മാത്രം മതി. നല്ല ചുമന്ന മുന്തിരിങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചുമന്ന നിറമൊക്കെ ഇറങ്ങി വരുന്നതായിരിക്കും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പച്ച മുന്തിരിങ്ങ ചേർത്ത് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഒരു പുളിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ പച്ചടിക്ക്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കുറച്ച് പഞ്ചസാര അഥവാ ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കാം. പക്ഷേ എൻ്റെ മുന്തിരിങ്ങയ്ക്ക് നല്ല മധുരമുള്ളതിനാൽ ഞാൻ അധികം ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന അരപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ അരപ്പൊന്നും അധികം വേകേണ്ട ആവശ്യമില്ല. ഒരു തിള വന്നാൽ മാത്രം മതി, അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമ്മളുടെ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കിയ ശേഷം കടുകും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കൂടിയിട്ടിട്ട് താളിച്ചെടുക്കാൻ പോവുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ബാക്കി എടുത്തു വച്ചിരിക്കുന്ന 4 ഉണക്കമുളക്, കറിവേപ്പില, ഈ താളിച്ചത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ മുന്തിരിങ്ങ പച്ചടി വളരെയധികം ഈസിയാണ്, അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത പ്രാവശ്യം വേറെ റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. എല്ലാവരും ഫാമിലിയായിട്ട് ഓണം എൻജോയ് ചെയ്യുക. ബൈ ബൈ.